ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് 360 മാളും അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂവുമാണ് കാണുന്നത്. നമുക്ക് 360 മാളിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഒന്ന് പോയി നോക്കാം. 360 മാളിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൻ്റെ ഓവർ ബ്രിഡ്ജിന് മുകളിലൂടെയുള്ള നടപ്പാതയിലാണ് ഞാൻ. അവിടെ നിന്ന് ഈ കാണുന്നതാണ് 360 മാളും എറീന മാളും. ഇത് സെസ്ത്രിങ് റോഡും ഈ റോഡ് മസീലയ്ക്ക് പോകുന്ന വഴിയുമാണ് ഈ കാണുന്നത്. ബ്രിഡ്ജിന് മുകളിൽ കൂടി നടക്കുമ്പോൾ നല്ല വെയിലുണ്ടെങ്കിലും ഈ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ജഹ്റ റൂട്ടാണ്. ഈ സൈഡിലോട്ട് പോകുന്ന ജഹ്റയ്ക്ക് പോകുന്ന വഴിയാണ്. ഇതിൻ്റെ ഇടത്തുവശം കാണുന്നത് എയർപോർട്ട് ഭാഗമാണ്. ഇത് 360 മാളും എറീനയും അതിൻ്റെ ടെന്നീസ് കോർട്ടും ചേർന്ന് ഫുള്ളായിട്ടുള്ള ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അങ്ങനെ ബ്രിഡ്ജ് കടന്ന് ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. ഈ കാണുന്നതാണ് 360യുടെ സൈഡിലുള്ള ബസ് സ്റ്റോപ്പ്. അവിടെ നിന്നും നേരെ നടന്ന് 360 മാളിലേക്ക് പോകുന്നതാണ് ഞാൻ. അങ്ങനെ ബ്രിഡ്ജ് താഴേക്ക് ഇറങ്ങി 360 മാളിലേക്ക് പോകുന്ന 360 മാളിലേക്ക് നടക്കുകയാണ് ഞാനിപ്പോൾ. നല്ല ഉഗ്രൻ വെയിലിലാണ് ഈ നടപ്പ്. മുന്നിൽ പോകുന്ന ആൾ കുടയൊന്നും ഇല്ലാത്തത് കൊണ്ട് കോട്ടൂരി തലവഴിയിട്ടാണ് നടക്കുന്നത്. ഇത് തരിശായി കിടക്കുന്ന മരുഭൂമിയിലെ കുറേ പച്ചപ്പുകളാണ്. അതിന് നടുക്കൂടെ വേണം 360യിലേക്കുള്ള റോഡിലേക്ക് കയറാൻ. ഹൈവേയിൽ നിന്നും പോക്കറ്റ് റോഡാണ് അകത്ത് കാണുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ കൂടെ ഞാൻ നടക്കുകയാണ്. മരുഭൂമിയിലെ കുറ്റിച്ചെടികളാണ് ഈ കാണുന്നതൊക്കെ. ത്രിസിസ്റ്റി മാളിൽ എത്താനുള്ള ഏക ബസ് വഴിയായിരുന്നു ഇത്. ഇപ്പോൾ എന്നാൽ സിറ്റി ബസ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പുതിയ സ്റ്റോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം 360ക്ക് ബസ് വഴി എത്തണമെങ്കിൽ ഈ ഒരു മാർഗം മാത്രമായിരുന്നുള്ളത്. ഇല്ലെങ്കിൽ സ്വന്തമായി കാറുള്ളവർക്കൊക്കെ അകത്ത് പാർക്കിങ്ങിൽ വരെ എത്തുവാൻ സാധിക്കും. സാധാരണക്കാരൻ എത്തുന്നത് അതിനാൽ വളരെ കുറവാണ്. അങ്ങനെ 360യുടെ പോക്കറ്റ് റോഡിലോട്ട് ഞാൻ നടന്നെടുക്കുകയാണ്. ഈ കാണുന്നതാണ് കുവൈറ്റിൽ പുതുതായിട്ട് പണിയ ടെന്നീസ് കോർട്ട്. സ്പ്രിംഗ് ഹൈവേ ആണ് ആ കാണുന്നത്. ടെന്നീസ് കോർട്ടിൻ്റെ പുറം ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകഭാഗത്തെ ഒരു വ്യൂ ഞാൻ ഇതോടൊപ്പം തന്നെ കാണിക്കാം. ഇതാണ് ടെന്നീസ് കോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണുന്നത്. അങ്ങനെ ടെന്നീസ് കോർട്ട് കടന്ന് ഞാൻ എറീന മാളിൻ്റെ കാർ പോർച്ചിലേക്കുള്ള വഴിയിലേക്ക് കടക്കുകയാണ്. ഷെയ്ഖ് ജാബറിൻ്റെ പേരിലാണ് ഈ ടെന്നീസ് കോർട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ എറീനയും
അതിനോടൊപ്പം തന്നെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലുമുള്ള ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലത്തെ കാർ പാർക്കിങ്ങിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. ഇതുവഴി വേണം 360 എത്തുവാൻ വേണ്ടി. ഈ കാണുന്നതാണ് എറീന മാൾ. കുവൈറ്റിലായതുകൊണ്ട് ഈ തൂണുകളൊക്കെ ഗോൾഡൻ പെയിൻ്റ് അടിച്ച് അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെയിൽ കാരണം കാർ പോർച്ചിനോട് ചേർന്നാണ് ഞാൻ അകത്തേക്ക് പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് ഹോട്ടലിലെ സെക്യൂരിറ്റി ഒന്നും പുറത്ത് കാണാനില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അകവശത്തൂടെ തന്നെയാണ് നടന്നു പോകുന്നത്. വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ വൻ കാശ് പാർട്ടി കുവൈറ്റുകളുടെ തിരക്കുകൾ കൊണ്ട് അടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എറീന മാളിനകത്തോട് അപ്പുറേ കാണുന്നതാണ് 360 ബിൽഡിങ്. ഇതിൻ്റെ സൈഡിൽ കൂടി തന്നെ നടന്ന് ഇതിന് രണ്ടിനുമിടയിൽ ഒരു മസ്ജിദും ഉണ്ട്. അത് കടന്ന് വേണം 360 എത്താൻ. ആ കാണുന്നതാണ് മസ്ജിദിൻ്റെ മിനാരം. അപ്പോൾ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇതിന് മേളിൽ കാണുന്ന ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നത് മസ്ജിദും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് 360യെയും എറീന മാളിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഓവർ ബ്രിഡ്ജുമാണ്. ഈ സൈഡിൽ കൂടെ നടക്കാൻ വളരെ നല്ല തണുപ്പ് അനുഭവപ്പെടും. കാരണം ഗ്രാൻഡ് ഹയാത്തിൻ്റെ എയർ കണ്ടീഷനിങ് സെക്ഷൻ ഈ സൈഡിലാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് എറീനയും 360യും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ്. അങ്ങനെ ഞാൻ മസ്ജിദിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ തന്നെ ക്രോസ് ചെയ്ത് 360 പോവുകയാണ്. അങ്ങനെ മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ 360 ബ്രിഡ്ജിനടിയിലേക്ക് പോവുകയാണ്. ഈ ബ്രിഡ്ജ് 360 വടക്ക് വശത്തോട് കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. മാളിൻ്റെ ഫ്രണ്ടിൽ നിന്നും വലത്തുവശത്ത് കാണുന്ന എൻട്രൻസ് ആണിത്. അങ്ങനെ ഞാൻ ബ്രിഡ്ജിനടിയിൽ കൂടി, അതായത് എറീനയും 360 തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ബ്രിഡ്ജിനടിയിൽ കൂടി 360 എൻട്രൻസിലേക്ക് കടക്കുന്ന വഴിയാണിത്. ആ കാണുന്നതാണ് 360 ഫ്രണ്ട് ഭാഗം. അങ്ങനെ 360 എത്തിയിരിക്കുകയാണ്. വടക്ക് വശത്തെ ഗേറ്റിൽ കൂടെ ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാണുന്നത് ഞാൻ ബാക്കിൽ നിന്ന് നടന്നു വന്ന വഴിയാണ്. ആ കാണുന്നതാണ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ. എറീനയും അതിൻ്റെ അങ്ങേ സൈഡിൽ തന്നെയാണ്. ഇത് 360 എൻട്രൻസ്. അങ്ങനെ ഞാൻ 360 അകത്തേക്ക് കിടക്കുകയാണ്. കയറുമ്പോൾ ബാഗേജ് ചെക്കിംഗ് ഉണ്ട്. അതാണ് ഈ അകത്ത് കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടി ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അതിൻ്റെ കുറച്ച് സീനറികളും നമുക്കൊന്ന് കാണാം. എല്ലാം പെർഫ്യൂം ദുക്കാനുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ 360 അകത്തുള്ള ഫൗണ്ടൻ്റെ സൈഡിൽ കൂടി ഞാൻ നടക്കുകയാണ്. ഈ കാണുന്നത് 360 ഫൗണ്ടനാണ്.
അങ്ങേ അറ്റം കാണുന്നതാണ് അൽഗാനത്തിൻ്റെ കാർ ഷോറൂം. ഞാൻ അവിടെ കടക്കുകയാണ്. അതിൻ്റെ പുറത്തോടി വേണം എനിക്ക് സിനിമയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ 360-ലെ കോഫി ഷോപ്പുകളാണ് ഈ കാണുന്നതൊക്കെ. സാധാരണക്കാരനൊന്നും ഇങ്ങോട്ട് കയറേണ്ട കാര്യമില്ല. ഇതൊക്കെ കുവൈറ്റിക്ക് മാത്രമായിട്ടുള്ള കോഫി ഷോപ്പുകളാണ്. അൽഗാനം ഷോറൂമിലെ കാറുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടികൾ വിലമതിക്കുന്നത് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.